അവർ ചാനൽ റോഡ് മാസ്റ്റർ. ഞാൻ സന്തോഷ്. സ്വന്തമായി ലൈസൻസ് നേടിയിട്ടും വാഹനം ഓടിക്കാൻ അറിയാത്തവരാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്കായി ഒരു സുവർണ്ണ അവസരം. നിങ്ങൾക്ക് അനുയോജ്യമായ സമയങ്ങളിൽ റോഡ് മാസ്റ്റർ നിങ്ങളോടൊപ്പമുണ്ട്. ഒട്ടും ഭയക്കാതെ റോഡിലൂടെ അനായാസമായി വാഹനം ഓടിക്കും. ഇന്ന് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ആദ്യം എന്താണ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ് എന്താണെന്നുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വേണ്ട കാര്യം ഞാൻ പറയാം എന്താണെന്നുള്ളത്. ആദ്യം വേണ്ടത് സീറ്റ് അറേഞ്ച്മെൻ്റ് ആണ്. അത് വീട്ടിൽ വാഹനമുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ സാധിക്കും എങ്ങനെയാണെന്നുള്ളത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സ്വന്തമായി വാഹനമില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പരിചയക്കുറവുണ്ടായിരിക്കും സീറ്റ് അറേഞ്ച് ചെയ്യേണ്ടത്. അത് നമ്മൾ ഒരുപാട് പേരിൽ നിന്ന് ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ കാണിക്കാം. എന്നാലും ഓക്കെ, ഈ സീറ്റിനടിയിലായിട്ടൊരു ചെറിയൊരു ലിവറും അതിലോട്ട് പിടിക്കുക. നമ്മുടെ സ്റ്റിയറിംഗിലോട്ട് കൈ പിടിക്കുക. എന്നിട്ട് എന്ത് വേണം, നമുക്ക് ആവശ്യമായ അനുസരിച്ച് ഈ സീറ്റ് എന്താ ഇങ്ങനെ ഈ ഒരു ആംഗിളിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇതെങ്ങനെ വേണം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ നമുക്ക് ക്ലച്ച് ബട്ടണിലുണ്ടല്ലോ, ഈ സംഭവം ഫുള്ളായിട്ട് ചവിട്ടിത്താക്കാൻ പറ്റണം. കാലുകൊണ്ട് താഴെ വരെ എത്തണം. ആ ഒരു ആംഗിളിൽ വേണം ഇത് വെക്കാനായിട്ട്. നമുക്ക് ചവിട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ കാല് ഈ സ്റ്റിയറിംഗിൽ തട്ടാൻ പാടില്ല. അതുപോലെ ഈ കാല് ഫ്രണ്ടിൽ ഈ ഡാഷിൻ്റെ ഈ ബോർഡിൽ ഇടിക്കാൻ പാടില്ല. ആ ഒരു രീതിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് കാലിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ക്ലച്ച് ഫുള്ള് ചവിട്ടിത്താക്കേണ്ടത്. അപ്പോൾ ആ ഒരു ആംഗിളിലോട്ട് ക്ലച്ച് ചവിട്ടുക. ഓക്കെ, അതിനനുസരിച്ച് ഈ സീറ്റ് അറേഞ്ച് ചെയ്യുക, സീറ്റിൻ്റെ രീതി അറേഞ്ച് ചെയ്യുക. പിന്നെ ചാരിയിരിക്കുന്ന കുറച്ച് സംഭവമുണ്ട്, അത് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഭാഗത്തായിട്ട് അതിങ്ങനെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിനനുസരിച്ച് നമുക്ക് നടുവിനൊരു ബെൻഡ് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ചിലർക്ക് ഫ്രണ്ടിലോട്ട് വ്യൂ കിട്ടാൻ ചാൻസ് കുറവുണ്ട്, ചിലർക്ക് ബാക്കിലോട്ട് ഇരിക്കുന്നതായിരിക്കും സൗകര്യം. അപ്പോൾ നമ്മുടെ ഒരു ബോഡിയുടെ രീതി അനുസരിച്ച് കറക്റ്റായിട്ട് വെക്കുക. അതുപോലെ സ്റ്റിയറിംഗ് കറക്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്, ഈ കൈയുടെ ആംഗിൾ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ബോഡിക്ക് അനുസരിച്ച് ഓരോരുത്തർക്കും കൈക്ക് നീളം കൂടുതലുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു രീതിയിൽ വേണം സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ ഇരിക്കണം, ഇങ്ങനെ മുമ്പോട്ട് കയറാൻ പാടില്ല. അതുപോലെ തന്നെ ഇത്ര താഴോട്ട് ഇറങ്ങാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തം കൈക്ക് ചെറിയൊരു ബെൻഡ് കിട്ടത്തുള്ളൂ. ഈ ഒരു രീതിയിൽ പിടിക്കുന്നതായിരിക്കും സ്റ്റിയറിങ്ങിൻ്റെ കറക്റ്റ് മെത്തേഡ്. ഈ ഒരു ആംഗിൾ ഇരിക്കണം കൈ. നമ്മുടെ ക്ലോക്കിനകത്ത് 10 മണി 10 മിനിറ്റ് എന്ന് പറയുന്ന പൊസിഷൻ ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ്. ആ ഒരു രീതിയിൽ വേണം സ്റ്റിയറിങ്ങിൻ്റെ ആംഗിൾ ഇരിക്കുക. ഈ സീറ്റ് അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് മിററുകളെല്ലാം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വരുന്നത് ആകെ 3 സൈഡ് മിററുകളാണുള്ളത്. 2 സൈഡ് മിററും ഒരു സെൻട്രൽ മിററുമാണ് വരുന്നത്, ബാക്കോട്ടുള്ള വ്യൂ. അപ്പോൾ മിറർ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പല വാഹനത്തിൽ പല മെത്തേഡാണ്. കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ട്, അതുപോലെ ബട്ടൺ സ്വിച്ച് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ബട്ടൺ സ്വിച്ചാണ്. അപ്പം നമുക്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിലോട്ടുള്ള വ്യൂ കറക്റ്റായിട്ട് കിട്ടണം. അതുപോലെ തന്നെ ബാക്കിലോട്ട് വണ്ടിയുടെ സൈഡ് ബോഡി ഉണ്ടല്ലോ, ബാക്കിലുള്ള സൈഡ് ബോഡി, അതിൻ്റെ സൈഡ് ഹാൻഡിൽ, ആ ഭാവം കൂടി കിട്ടണം. ആ രീതിയിൽ വേണം നമുക്ക് ബാക്കിലോട്ടുള്ള വ്യൂ സെറ്റ് ചെയ്യാനായിട്ട്. 2 സൈഡിലും അത് സെറ്റ് ചെയ്യുക കറക്റ്റായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ കൂടെ സെൻട്രൽ മിറർ, ബാക്കിലോട്ട് വ്യൂ കിട്ടുന്ന രീതിയിൽ സെൻട്രൽ മിറർ കൂടി കറക്റ്റ് ചെയ്യുക. ഗ്ലാസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സേഫ്റ്റിക്കായിട്ട് ചെയ്യുന്നതാണ് സീറ്റ് ബെൽറ്റ്. ഇത് നമ്മൾ ചെയ്യണത് പലർക്കും അറിയത്തില്ല സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടേണ്ടതുള്ളത്. കുറച്ച് ആൾക്കാർക്ക് അറിയാം, എന്നാലും വാഹനത്തെക്കുറിച്ച് ഒരു ബന്ധമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് നല്ലപോലെ അറിയാൻ ചാൻസ് കുറവുണ്ട്. കാരണം ഞാൻ ഒരുപാട് പേരെ ഇപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടുന്നത് അവർ പല ഇങ്ങനെ കഴുത്തെ കൂടിയൊക്കെ ചുറ്റിച്ചൊക്കെ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്നും നോക്കണം. സീറ്റ് ബെൽറ്റ് ഇടുമ്പോഴത്തേക്ക് എന്ത് വേണം, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുണ്ട്, ഈ ഒരു ബെൽറ്റ് ഇങ്ങനെ ബെൽറ്റിലോട്ട് കറക്റ്റായിട്ട് പിടിക്കുക. അതിലെന്ത് വേണം, ഈ ലോക്ക് പിടിക്കുക. ഈ ലോക്കാണ് നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് പിടിക്കുക, ജസ്റ്റ് ഒന്ന് വലിക്കുക. ഈ സംഭവം കറക്റ്റായിട്ട് കൊടുക്കുന്നത് ലോക്ക് ചെയ്യുക. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് സീറ്റ് ബെൽറ്റ് ഉള്ളത്. അപ്പം ഒരുപാട് പേര് ഇങ്ങനെ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ തിരിച്ചൊക്കെ ഇടുന്നതാണ്, ഇങ്ങനെ കഴുത്തിനകത്തോട് തിരിച്ച് ഇങ്ങനെയൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു രീതിയിൽ വേണം സീറ്റ് ബെൽറ്റ് പിടിക്കാനായിട്ട്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വലിക്കുക. എന്നിട്ട് വേണം നമ്മുടെ ലോക്ക് ഫ്രണ്ടിൽ വരും, അതിനകത്തൊന്ന് പിടിക്കുക. അത് ഇവിടുന്ന് ഒന്നും കൂടി ഇങ്ങനെ വലിച്ചു കൊടുക്കുക. മാക്സിമം ഇങ്ങനെ സ്റ്റിയറിങ്ങിലോട്ട് നീട്ടിക്കും. അപ്പോഴത്തേക്ക് അത്രയും